അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. റിയാസ്ക്കാർക്ക് നല്ല പനിയും പിന്നെ മരുന്നൊക്കെ വാങ്ങാൻ പോയ കാരണം കുറച്ച് ഒരേ ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പോൾ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി ഞാൻ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ ആ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒഴിവ് കിട്ടുന്നില്ല. ഇവിടുത്തെ പണിയും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിയാസ്ക്കാർക്ക് നല്ല പനി കേട്ടോ. നല്ല പനിയും ചുമയും അതും വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓട്ടി അധികമായി മഴയൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് പറ്റണേ ഇല്ല. അപ്പോൾ നല്ല മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഗുളിക കഴിച്ച് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ നമ്മുടെ റിയാസ്ക്ക. അപ്പോൾ എല്ലാവരും റിയാസ്ക്കാൻ്റെ വയ്യായി മാറാൻ വേണ്ടി ദുആ ചെയ്യുക കേട്ടോ, പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷമമുണ്ട്, എന്താ ചെയ്യുക. പനി വന്ന പനിച്ചന്നെ പോകണ്ടേ, മാറാൻ കുറച്ച് പണിയാണ്. ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരും. അപ്പോൾ ഞാൻ വേഗം കാര്യത്തിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാവുക ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ ഒരു ഒന്നര മാസം ഞാൻ ഇതിനു വേണ്ടി ഞാൻ ശ്രമിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയബറ്റിക്സ് പറഞ്ഞാൽ ഷുഗർ എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ഷുഗർ ഉള്ളവർ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് മിനിമം ഏകദേശം എപ്പോൾ ടെസ്റ്റ് ചെയ്താലും 300, 450, 400, 500ലേക്ക് കടന്നിട്ടില്ല. 350, 450, 475 അങ്ങനെയൊക്കെയാണ് കേട്ടോ വരിക. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഗുളികയാണ് കഴിക്കൽ. പക്ഷേ ഈ ഗുളിക കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. എപ്പോൾ ടെസ്റ്റ് ചെയ്താലും ഈ ഗുളിക 3 നേരം ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. 3 നേരം കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയായിട്ട് ഞാൻ 3 നേരം ഉള്ളത് 2 നേരമൊക്കെ ആക്കലുണ്ട്, ചിലപ്പോൾ 1 നേരം ആക്കലുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഭക്ഷണം കൺട്രോളും ഇല്ല പറഞ്ഞാൽ ഞാൻ ഉച്ചക്ക് കുറച്ച് ചോറ് കഴിക്കും, രാത്രിയും ചിലപ്പോൾ ചോറ് തന്നെ കഴിക്കും, ചിലപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ കോറ അല്ലെങ്കിൽ ഓട്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓട്സൊക്കെ കഴിച്ചിങ്ങനെ കടന്നാൽ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. പിന്നെ ഇതാണ് ഞാൻ 3 നേരം കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കഴിച്ചിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. എൻ്റെ ഷുഗർ കുറയണേ ഇല്ല. അവസാനം ഞാൻ വേറൊരു ഇത് നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗുളികയാണ്. അപ്പോൾ ഈ ഗുളിക കഴിച്ചിട്ട് ഞാൻ ഈ 4 കൊല്ലം ഈ ഗുളിക കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഗുളിക കഴിച്ചിട്ട് എനിക്ക് എന്തെന്ത് ചെയ്തിട്ടും ഞാൻ മുരിങ്ങ കഴിച്ചു, മുരിങ്ങ, കുമ്പളങ്ങ, പിന്നെ നമ്മുടെ കൊയ്യാക്കൻ്റെ ഇല, എന്തെന്ത് ചെയ്തിട്ടും മാറണേ ഇല്ല. അവസാനം ഞാൻ എന്ത് കാട്ടി, പിന്നെ ഞാൻ വേറൊരു ഡോക്ടറിനെ കണ്ടിട്ട് ഇപ്പോൾ ഈ ഗുളിക കേട്ടോ ഞാൻ കഴിക്കണത്. ഈ ഗുളിക കഴിക്കുമ്പോൾ നല്ല ഷുഗർ നല്ല കുറവാകുന്നുണ്ട്. പക്ഷേ ഇത് പ്രൈവറ്റാണ്. നമ്മൾ പ്രൈവറ്റ് ഡോക്ടർക്ക് 200 റുപ്യ ഫീസ്, മരുന്നിനോ 1000 റുപ്യ വേണം മരുന്നിന്. അപ്പോൾ 20 ദിവസത്തിനുള്ള ഞാൻ ബില്ലടക്കം തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട്. ബില്ലാണ്, ഇത് വാങ്ങിയ ബില്ലാണ്. 20 ദിവസത്തിന് 700 രൂപയാണ് വില കേട്ടോ ഈ ഗുളികൻ്റെ വില. അപ്പോൾ നമുക്ക് ഈ പാവപ്പെട്ടവർക്ക് നമുക്ക് ഇതൊന്നും കഴിച്ച് എന്താ പറയുക, അങ്ങനെ ആഴ്ചക്ക് 20 ദിവസം കൂടുമ്പോൾ വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ നോർമലായിട്ടുള്ള ഗുളിക കഴിക്കുന്നത്. പക്ഷേ എന്താ, അത് കഴിക്കുന്നതോറും ഷുഗർ കൂടുതലാവാന്നല്ലാണ്ട് കുറയണ ലക്ഷണമേ ഇല്ല. പിന്നെ ഇത് റിയാസ്ക്ക ഒരു മാസത്തിന് 20 ദിവസത്തിന് വാങ്ങി തന്നു കേട്ടോ. ഇത് കഴിച്ചപ്പോൾ ലേശം കുറഞ്ഞിട്ടുണ്ട് ഷുഗർ, പക്ഷേ എന്നാലും കൂടുകയാണ്. അപ്പോൾ പക്ഷേ ഈ മരുന്ന് കഴിഞ്ഞാൽ വാങ്ങാനും തോനെ പൈസ വേണം അല്ലേ. നമ്മൾ ഈ പാവപ്പെട്ടവർ അന്നോട് ജീവിക്കുന്നവർക്ക് സഹായിക്കില്ല. അതുമല്ല, നമ്മുടെ ഫാത്തിമക്കുട്ടിക്ക് അവൾക്ക് അവളുടേതായിട്ടുള്ള മരുന്ന് വാങ്ങാൻ തന്നെ നമുക്ക് തികയുന്നില്ല. അവളുടെ പെൻഷൻ അതിനാണ് ഞാൻ എടുക്കുന്നത്. അവളുടെ പെൻഷൻ കിട്ടുന്നത് ഞാൻ അവൾക്കുള്ള മരുന്ന് വാങ്ങിക്കാനാണ് കേട്ടോ. ഇവിടെ ഉള്ളത് മൊത്തം അവളുടെ മരുന്നാണ്. അതിനെ തികയുന്നില്ല. അപ്പം ഞാൻ എന്ത് കാട്ടി, റിയാസ്ക്ക് എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നിട്ട്, നീ ദിവസം രാവിലെ വെറും വയറ്റിൽ ഉലുവ വെള്ളത്തിലിട്ട് കുടിച്ചാൽ മതി. ഷുഗറും കൺട്രോളാവും, കൊളസ്ട്രോൾ കൺട്രോളാവും, വയറ് കുറയും. പിന്നെ നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് വരുന്ന മാസമുറുണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് പോകും, ഒരു ഇടങ്ങേറുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീട് നിങ്ങൾ ഫസ്റ്റ് മുതൽ കാണണം, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് അറിയാമായിരിക്കും, പക്ഷെ എന്നാലും എന്നെപ്പോലെ അറിയാത്ത കുറേ അമ്മമാരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ മിനിമം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക, എനിക്ക് വന്ന അനുഭവം നിങ്ങൾക്ക് നാളെ ഉണ്ടാവും. ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഇട്ട് വെച്ച് ഒന്ന് കഴുകിയിട്ട് രാത്രി ഇട്ട് വെച്ച ശേഷം, അപ്പോൾ ഞാൻ കുറച്ച് തോനെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, എനിക്കിത് ആവശ്യമായതുകൊണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കഴുകിയ ശേഷം
നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു ഗ്ലാസ് മിനിമം ഒരു ഗ്ലാസ് മതിയാവും കേട്ടോ. ഒരു ഗ്ലാസ് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട ശേഷം രാവിലെ നമ്മൾ വെറും വയറ്റിൽ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ നമ്മളത് കുടിക്കണം. പക്ഷെ കുടിക്കുന്നത് കൊണ്ട് ഒരു ചൊയൊന്നുമില്ല കേട്ടോ. ആ ഒരു ഉലുവൻ്റെ ഒരു ലൈറ്റ് യെല്ലോ കളർ വരും, ലേശം ഒരു കുഞ്ഞ് യെല്ലോ കളർ ഉണ്ടാവും. പിന്നെ കുടിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ചൊയൊന്നും അങ്ങനെ ഒന്നും അടിക്കില്ല. ആ ഉലുവൻ്റെ ഒരു കുത്ത് ചെറുതായിട്ട് അത് മാത്രമേ വരുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കുമ്പളങ്ങ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും പറ്റണില്ല, ഛർദ്ദിക്കാൻ വരികയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചു വിടാം. അപ്പോൾ നമ്മൾ ഈ ഗുളിക കഴിക്കാൻ മടിയുള്ളവർ, പണി കാരണം നമ്മൾ എന്താ പറയുക മരുന്നൊന്നും കൃത്യസമയത്ത് കഴിക്കാത്തവർ, ഓർമ്മക്കുറവ്, എനിക്ക് നല്ല ഓർമ്മക്കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷുഗർ കൂടിയ കാരണം നല്ല ഓർമ്മത്തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത്തിരി മാറി കിട്ടിയിട്ടുണ്ട്. ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ 1.5 മാസം ഉലുവ വെള്ളം കുടിച്ച ശേഷം ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിന് മുമ്പ് എപ്പോൾ ടെസ്റ്റ് ചെയ്താലും എനിക്ക് എന്താ വരിക, 350, 400, 450, 475 അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇതാ ബ്ലഡ് ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ് നമ്മൾ കഴിക്കാണ്ട് മുമ്പ് എടുക്കുന്നത് 89, കഴിച്ചിട്ട് ഗ്ലൂക്കോസ് പോസ്റ്റ്, എനിക്ക് ഇംഗ്ലീഷൊന്നും അത്ര വായിക്കാറില്ല, എന്നാലും ഒപ്പിച്ച് വായിച്ചെടുക്കുക. അപ്പോൾ അത് ഫുഡ് കഴിച്ച ശേഷമുള്ളത് 118. നോക്കിയോ, ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ഞാൻ ഈ ഗുളിക വില കൂടുതലല്ലേ, നമുക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിയാസ് ഖാൻ അധികം ബുദ്ധിമുട്ടിക്കാണ്ട് ഇത് ഞാൻ 20 ദിവസത്തിന് വാങ്ങിയാലും ഓരോന്നേ കഴിക്കുന്നുള്ളൂ കേട്ടോ. 2 നേരം ഈ 2 കഴിക്കണം. ഇത് രണ്ടും ഒരേ സമയം രാവിലെയും രാത്രിയും കഴിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത് രാവിലെ മാത്രമേ കഴിക്കണുള്ളൂ കേട്ടോ. അത്രയും ഷുഗർ കൂടുതലുള്ള ഞാൻ, എന്നിട്ട് ഞാൻ ചായ മധുരട്ടത് കുടിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ട്, നിയന്ത്രണമൊന്നുമില്ല മക്കളെ. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് വന്നൊരു അനുഭവം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. വെറും ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം, അതിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ആട്ടാനൊക്കെ ഇഡ്ഡലി ദോശ ഉണ്ടാക്കുക, എന്തായാലും നമ്മുടെ വീട്ടിൽ ഈ സാധനം ഉണ്ടാവും അല്ലേ, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് എനിക്ക് വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ചൂടുവെള്ളമായാലും പ്രശ്നമില്ല, പച്ചവെള്ളമായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ 100% റിസൾട്ട് ഉറപ്പാണ്. തെളിവ് സഹിതം ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. 89, 118 നല്ല കുറഞ്ഞെന്ന് പറഞ്ഞാലും പോലെ കുറഞ്ഞു. റിയാസ്ക്കാക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും റിയാസ്ക്കാക്ക് ടെൻഷൻ, എനിക്ക് ഷുഗർ അല്ല. ഞാനിങ്ങനെ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര കൂടുതലാണെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും, ടെൻഷൻ അടിച്ചുള്ള അതെന്താ ഇങ്ങനെ കുറയാത്ത കൂടി വരുന്നില്ലോ. നീ ഇത് ഡോക്ടറെ കൊണ്ട് കാണിക്കണം, ഞാൻ കാണിച്ചിട്ടില്ല. ഈ സന്തോഷം ഡോക്ടറെയും കൂടി ഒന്ന് അറിയിക്കണം. കാരണം എന്താ പറയുക, ഡോക്ടർ എപ്പോൾ പോകുമ്പോഴും എന്നെ ചീത്ത പറയും. എന്താ ഉമ്മ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തുകൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ എപ്പോഴും ചീത്ത പറയും. പച്ചക്കറി നിങ്ങൾ കഴിക്കൂ, ഇലക്കറി നിങ്ങൾ കഴിക്കൂ, രാത്രി ഓട്സ് കഴിക്കൂ, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഇപ്പോഴാണ് ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്കിത്തിരി കുറവുണ്ട്. അപ്പം ഞാൻ വാങ്ങിയതിൻ്റെ മരുന്ന് വാങ്ങിയതിൻ്റെ ഈ ഗുളിക വാങ്ങിച്ചതിൻ്റെ ബില്ലാണ് കേട്ടോ. അത് 700 കാണില്ല, 700 സംതിങ്, 735. അപ്പം നിങ്ങൾ എന്തായാലും മാക്സിമം എല്ലാവരോടും പറയുക നമ്മുടെ ഉലുവ വെള്ളം കുടിക്കാൻ. അതുമല്ല കേട്ടോ, ഈ ഉലുവ വെള്ളം നമ്മുടെ സൗന്ദര്യം ആർക്കും ഇഷ്ടമല്ലാത്തതില്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. മുഖ സൗന്ദര്യം വർദ്ധിക്കാനും നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് പ്രായം കൂടുന്നു ചുളിവൊന്നും ഉണ്ടാവില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉത്തമമാണ് കേട്ടത്. മാസക്കുളി സമയത്തൊക്കെ നല്ലൊരു ഇതാണ്. പിന്നെ ഇത്രയും പൈസ വാങ്ങി വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. ഇതിങ്ങനെ ഒരു വർഷത്തിന് എത്ര ആയി, ഒരു മാസത്തിന് വെറും 10, 15, 20 ദിവസത്തിനാണ് 700 സംതിങ് ഉറുപ്പ്യ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ ഈ പാവപ്പെട്ടവർ എവിടെ പോയി വാങ്ങും. പിന്നെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഫ്രീ ആയി കിട്ടുന്ന ഗുളികയാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് തടിക്ക് യൂസിനില്ല. അപ്പോൾ എന്ത് കാട്ടാൻ പറ്റും, ഇതെല്ലാം വാങ്ങാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് വാങ്ങുക, ഇതും കഴിക്കുക, അതും കൺട്രോൾ ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഈ 2 നേരം ഇത് കഴിക്കേണ്ട അവിടെ ഞാൻ 1 നേരം ചിലപ്പോൾ കഴിക്കുകയില്ല, അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മാക്സിമം ഇത് ആളുകൾക്ക് ഷെയർ ചെയ്യുക കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊരു മാറ്റം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 1.5 മാസം ഇത് ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അപ്പം ഞാനിത് ചെയ്ത ശേഷം റിസൾട്ട് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചീട്ടും ബില്ലും ഒക്കെ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇതാണ് ഞാൻ എൻ്റെ ഡോക്ടറിനെ കാണിക്കുന്ന ചീട്ട് കേട്ടോ. എപ്പോഴും ഹെൽത്ത് സെൻ്ററിൽ പോകുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കാണിക്കുക. 5 വർഷം ഫ്രീ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാറ്റം ഇല്ല. അപ്പം പിന്നെ ഞാൻ എന്ത് കാട്ടി, എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിങ്ങാണ്ട് നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഡോക്ടറിൻ്റെ പേര് വന്നിട്ട് ആൽവിൻ മെർവിൻ കുര്യൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഡോക്ടർ കേട്ടോ. നമ്മുടെ നൂറിനി മെഡിക്കൽ സെൻ്ററാണ്. ഡോക്ടർ രാത്രി 7 മണി മുതൽ 9 മണി വരെ വർക്കുള്ളൂ. അപ്പോൾ പകൽ സ്ത്രീയും രാത്രി ഈ സാറുമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സാറാണ്. എൻ്റെ ഓപ്പറേഷൻ കണ്ടുപിടിച്ചതും ഈ സാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാറിനെ തന്നെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പുറത്തൊരു ഇതുണ്ടായിരുന്നു, ഗർഭപാത്രത്തിൽ പുറത്ത് സർജറിയൊക്കെ കഴിഞ്ഞതാണ്. 2 സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വെയിറ്റുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഈ ഷുഗറും എല്ലാം കൂടെ തൈറോയിഡും ഒക്കെ പാടെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, വീട്ടുപണിയും. അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങിയത്. പക്ഷേ എന്തായാലും ഇവിടെ എല്ലാവരുടെയും ചീത്തയും കേൾക്കണം. അപ്പോൾ മാക്സിമം എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇരിക്കാനാണെങ്കിൽ വീടില്ല, റിയാസ്ക്ക് ഓടിയിട്ട് വേണം. റിയാസ്ക്കാണെങ്കിൽ എന്താ പനി പിടിച്ച് ഒരേ കിടപ്പിലാണ്. എന്താ ചെയ്യുക, അതിൻ്റെ ഇടയിൽ എനിക്ക് ഗുളിക മേടിക്കണം, നമ്മുടെ പാത്തൂന് നോക്കണം, മറ്റുള്ളവർക്ക് വരുമ്പോൾ അതും നോക്കണം, വാടക കൊടുക്കണം, വീട്ടിൽ ചിലവ് കണ്ട് എല്ലാം ഒരാൾ ഓടിയിട്ട് വേണം. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്തെങ്കിലും ഒരു റിയാസ്ക്കൊരു സപ്പോർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം മാക്സിമം എല്ലാവരും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് എത്തിക്കുക. അപ്പം നമ്മൾ എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാണ്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അൽഹംദുലില്ലാഹ് നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.